എല്ലാവർക്കും പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് സ്വാഗതം. വീടിനടുത്തുള്ള സഹകരണ ബാങ്കിൽ ജോലി നേടാനായി ഇതാ ഒരു സുവർണ അവസരം. സഹകരണ സർവീസ് പരീക്ഷാ ബോർഡാണ് അവസരമൊരുക്കിയിരിക്കുന്നത്. ഓൺലൈനായാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത്. അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി 31/8/2025 നേരിട്ടുള്ള നിയമനമാണ് നടക്കുന്നത്. പരീക്ഷാ ബോർഡ് നടത്തുന്ന ഓൺലൈൻ പരീക്ഷയുടെയും ബന്ധപ്പെട്ട സഹകരണ സ്ഥാപനങ്ങൾ നടത്തുന്ന ഇൻ്റർവ്യൂവിൻ്റെയും അടിസ്ഥാനത്തിൽ പരീക്ഷാ ബോർഡ് തയ്യാറാക്കുന്ന റാങ്ക് ലിസ്റ്റിൻ്റെ അടിസ്ഥാനത്തിലാണ് നിയമനം നടത്തുന്നത്. നിയമന അധികാരി ബന്ധപ്പെട്ട സഹകരണ സംഘം അല്ലെങ്കിൽ സഹകരണ ബാങ്കുകളാണ്. കേരള സഹകരണ ബോർഡിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിലൂടെ ഓൺലൈൻ രജിസ്ട്രേഷൻ പൂർത്തിയാക്കിയവർക്കാണ് ഈ തസ്തികയിലേക്ക് അപേക്ഷിക്കാനായിട്ട് സാധിക്കുക. ഓൺലൈൻ രജിസ്ട്രേഷൻ പൂർത്തിയാക്കിയിട്ടില്ലാത്ത ഉദ്യോഗാർത്ഥികൾ ഓൺലൈൻ രജിസ്ട്രേഷൻ പൂർത്തിയാക്കിയ ശേഷമാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത്. നിലവിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഉദ്യോഗാർത്ഥികൾക്ക് അവരവരുടെ പ്രൊഫൈലിലൂടെ ലോഗിൻ ചെയ്ത് ഓൺലൈനായി അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. അപേക്ഷ സമർപ്പിക്കേണ്ട ഒഫീഷ്യൽ വെബ്സൈറ്റ് www.csev.kerala.gov.in ആണ്. ഡേറ്റ എൻട്രി ഓപ്പറേറ്റർ തസ്തികയിലേക്കാണ് അപേക്ഷ ക്ഷണിച്ചിട്ടുള്ളത്. ഈ തസ്തികയിലേക്ക് അപേക്ഷിക്കാൻ വേണ്ടുന്ന വിദ്യാഭ്യാസ യോഗ്യത അംഗീകൃത സർവകലാശാലയിൽ നിന്നുമുള്ള ഏതെങ്കിലും ഒരു വിഷയത്തിലുള്ള ബിരുദമാണ്. കൂടാതെ കേന്ദ്ര അല്ലെങ്കിൽ കേരള സർക്കാർ അംഗീകരിച്ച സ്ഥാപനത്തിലെ ഡേറ്റ എൻട്രി കോഴ്സ് പാസ്സായ സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കണം. ഇതോടൊപ്പം അംഗീകൃത സ്ഥാപനത്തിൽ ഡേറ്റ എൻട്രി ഓപ്പറേറ്റർ തസ്തികയിൽ ജോലി ചെയ്ത 1 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ളവർക്കാണ് ഈ തസ്തികയിലേക്ക് അപേക്ഷിക്കാനായിട്ട് സാധിക്കുക. കൊല്ലം, തൃശ്ശൂർ, പാലക്കാട് തുടങ്ങിയ 7 ജില്ലകളിൽ ഒഴിവുകളുണ്ട്. 18 വയസ്സ് മുതൽ 40 വയസ്സ് വരെ ഉള്ളവർക്കാണ് ഈ തസ്തികയിലേക്ക് അപേക്ഷിക്കാനായിട്ട് സാധിക്കുക. പ്രായം 1/1/2025 അടിസ്ഥാനമാക്കിയാണ് കണക്കാക്കുന്നത്. SC ST കാറ്റഗറിക്ക് 5 വർഷവും OBC EWS കാറ്റഗറിക്ക് 3 വർഷവും ഭിന്നശേഷിക്കാർക്ക് 10 വർഷവും വിധവകൾക്ക് 5 വർഷവുമാണ് ഏജ് റിലാക്സേഷനായി ലഭിക്കുന്നത്. സഹകരണ സർവീസ് പരീക്ഷാ ബോർഡ് നടത്തുന്ന പരീക്ഷയിൽ 1 മാർക്കിൻ്റെ 100 ചോദ്യങ്ങളാണുള്ളത്. സഹകരണ സംഘത്തിൻ്റെ അല്ലെങ്കിൽ ബാങ്കിൻ്റെ യോഗ്യതാ ലിസ്റ്റിൽ ഉൾപ്പെടുന്ന ഉദ്യോഗാർത്ഥികൾക്ക് അഭിമുഖത്തിന് പരമാവധി 20 മാർക്കാണ് നിശ്ചയിച്ചിട്ടുള്ളത്. ഇൻ്റർവ്യൂവിന് ഹാജരായാൽ 4 മാർക്ക് മിനിമം ലഭിക്കുന്നതുമാണ്. ബാക്കി 16 മാർക്ക് ഇൻ്റർവ്യൂവിൻ്റെ അടിസ്ഥാനത്തിലാണ് ലഭിക്കുന്നത്. ആപ്ലിക്കേഷൻ ഫീസ് ഉണ്ട്. ആപ്ലിക്കേഷൻ ഫീസിനോടൊപ്പം GSTയും അടയ്ക്കേണ്ടതാണ്. അപേക്ഷ സമർപ്പിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് ഒന്നിൽ കൂടുതൽ സംഘം അല്ലെങ്കിൽ ഒന്നിൽ കൂടുതൽ ബാങ്കുകളിലേക്ക് അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. ജനറൽ കാറ്റഗറിക്ക് ഒരു സംഘത്തിന് 150 രൂപയും തുടർന്നുള്ള ഓരോ സംഘത്തിനും 50 രൂപ വീതമാണ് അധികമായി അടയ്ക്കേണ്ടത്. SC ST കാറ്റഗറിക്ക് ഒരു സംഘത്തിന് 50 രൂപയും തുടർന്നുള്ള സംഘങ്ങൾക്ക് 50 രൂപ വീതവുമാണ് അധികമായി അടയ്ക്കേണ്ടത്. അപേക്ഷ സമർപ്പിക്കാൻ ആഗ്രഹിക്കുന്ന ഉദ്യോഗാർത്ഥികൾ വിശദമായ നോട്ടിഫിക്കേഷൻ വായിച്ചു നോക്കിയ ശേഷം മാത്രം അപേക്ഷ സമർപ്പിക്കുക. അപേക്ഷ സമർപ്പിക്കേണ്ട ഒഫീഷ്യൽ വെബ്സൈറ്റ് www.csev.kerala.gov.in ആണ്. ഓൺലൈനായി മാത്രമാണ് അപേക്ഷ സ്വീകരിക്കുന്നത്. പോസ്റ്റൽ അപേക്ഷകൾ സ്വീകരിക്കുന്നതല്ല. ഉദ്യോഗാർത്ഥികൾ ഓൺലൈനായി അപേക്ഷ സമർപ്പിച്ച ശേഷം മൈ ആപ്ലിക്കേഷനിൽ നിന്നും അപേക്ഷയുടെ പ്രിൻ്റ് എടുത്ത് സൂക്ഷിക്കേണ്ടതാണ്. അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി 31/8/2025 ആണ്. 17,360 രൂപ മുതൽ 44,650 രൂപ വരെയാണ് ഇതിൻ്റെ ശമ്പള സ്കെയിലായി ലഭിക്കുന്നത്. കേരള സർക്കാരിന് കീഴിൽ ഉയർന്ന ശമ്പളത്തിൽ ഒരു സ്ഥിര ജോലി ആഗ്രഹിക്കുന്നവർക്ക് ഒരു സുവർണ അവസരമാണ് സഹകരണ സർവീസ് പരീക്ഷാ ബോർഡ് ഒരുക്കിയിരിക്കുന്നത്. അപേക്ഷ സമർപ്പിക്കാൻ ആഗ്രഹിക്കുന്ന നിശ്ചിത വിദ്യാഭ്യാസ യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികൾ ഈ അവസരം പരമാവധി പ്രയോജനപ്പെടുത്താനായിട്ട് ശ്രമിക്കുക. നിശ്ചിത വിദ്യാഭ്യാസ യോഗ്യതയുള്ള നിങ്ങളുടെ കൂട്ടുകാരിലേക്കും ഈ വിവരം എത്തിക്കുക. ഡെയിലി ഇതുപോലെയുള്ള ജോബ് ഇൻഫർമേഷൻസ് വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.